ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുകയാണ്. ഈ ഈശോ ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 20-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുക. ഈശോ പറയാണ്, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്ന, അതായത് എൻ്റെ ശുശ്രൂഷകരെ, എൻ്റെ മിഷണറിമാരെ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ആരൊക്കെ സ്വീകരിക്കുന്നോ, ആരൊക്കെ ബഹുമാനിക്കുന്നോ, അവരൊക്കെ എന്നെയാണ് ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ എന്നെയാണ് സ്വീകരിക്കുക, എന്നെയാണ് ബഹുമാനിക്കുക. പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം നിറയുവാൻ വേണ്ടിയുള്ള ഒരു വഴി കൂടിയാക്കി ഇതിനെ എടുത്തു മാറ്റാൻ പറ്റും. നീ സുവിശേഷ പ്രവർത്തകരെ, കർത്താവിൻ്റെ ശുശ്രൂഷകരെ ഈശോയുടെ നാമത്തിൽ സ്വീകരിച്ചാൽ, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്താൽ, അവരെ പരിഗണിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ, കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിട്ട് അത് മാറുകയാണ്. നിനക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ നീ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി നിലകൊള്ളുക. ആ ശുശ്രൂഷ കർത്താവിന് നേരിട്ട് കൊടുക്കുന്ന ശുശ്രൂഷയായിരിക്കും. നിനക്കും ഒരു ശുശ്രൂഷകനാകാൻ അല്ലെങ്കിൽ ശുശ്രൂഷയാകാൻ സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. ഈശോ നിൻ്റെ ശുശ്രൂഷകരെ സ്വീകരിക്കുവാനായിട്ട്, ബഹുമാനിക്കാനായിട്ട്, അങ്ങനെ നിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ടും നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.